ഹലോ, മുഖത്തിൻ്റെ നിറം പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ഫേസ് പാക്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സ്യൂറ്റബിളാണ്. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഡെയിലി വേണമെങ്കിൽ ചെയ്യാം. ഡെയിലി ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ മുഖത്തിന് ഒരു ഈവൺ ആയിട്ടുള്ള സ്കിൻ ടോണ് കിട്ടാനും നമുക്ക് അവിടെ ഇവിടങ്ങളായിട്ടുള്ള കറുത്ത പാട് കരിവാളിപ്പെല്ലാം മാറി മുഖം നല്ല നിറവും തിളക്കവും വരാൻ സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണിത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ചിട്ടില്ല കേട്ടോ. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് വേവിച്ചിട്ടെടുക്കുന്നതാണോ എന്നുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുന്ന നേരം അത് മനസ്സിലാവാഞ്ഞിട്ടായിരിക്കും. തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഇതേപോലത്തെ ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് ഒരു ഉരുളക്കിഴങ്ങ് ചിരകി എടുക്കുകയാണ്. ഇനി നിങ്ങളുടെ അടുത്ത് ഇതേപോലത്തെ സ്ക്രാപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിൽ ചെറിയ പീസസായി കട്ട് ചെയ്തിട്ടതിന് ശേഷം ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ നീരാണ് വേണ്ടത്. അപ്പോൾ നീര് നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തെടുക്കണം. എന്നാലാണ് നമുക്ക് കറക്റ്റ് അതിൻ്റെ നീര് കിട്ടുക. പക്ഷേ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചാൽ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നീര് കിട്ടില്ല. അപ്പോൾ ഇതുപോലത്തെ സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾ ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് എല്ലാവരുടെ അടുത്തും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ടാണ് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചാലും മതി എന്ന് പറയുന്നത്. പക്ഷേ ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് അടിക്കണം കേട്ടോ. ഉരുളക്കിഴങ്ങിൻ്റെ എക്സാക്റ്റ് നീരാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനിത് ചിരകി എടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് കൈകൊണ്ട് പിഴിഞ്ഞാൽ തന്നെ നമുക്കിതിൻ്റെ നീര് ഇതേപോലെ കിട്ടും കേട്ടോ. ജസ്റ്റ് ഒന്ന് ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് അരിപ്പയിലൂടെ ഒന്ന് പിഴിഞ്ഞെടുത്താൽ ഇതേപോലെ നമുക്ക് നീര് കിട്ടും. ഇതൊരു 4 ടേബിൾ സ്പൂണോളം ഉണ്ടാകും കേട്ടോ നീര്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം പാലൊഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പാല് തിളപ്പിക്കുകയൊന്നും ചെയ്യാത്ത പച്ചപ്പാലാണ്. ഇനി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മുഖം ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കണം. മുഖം ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പൊട്ടാറ്റോ ജ്യൂസിൽ നിന്ന് എടുത്തതിന് ശേഷം 2 മിനിറ്റ് മുഖം നന്നായിട്ടൊന്ന് മസാജ് കൊടുക്കുക കേട്ടോ. അതെന്തിനാണ് അങ്ങനെ മസാജ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അങ്ങനെ മസാജ് ചെയ്തെടുത്താൽ നമ്മുടെ മുഖത്തുള്ള എല്ലാ അഴുക്കുകളും പോയി കിട്ടും. മുഖം നല്ലോണം ക്ലീൻ ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് പൊട്ടാറ്റോ ഉപയോഗിച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇനി ഇത് മസാജ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് കഴുകിയെടുക്കുക. കഴുകിയിട്ട് ഒന്നങ്ങ് തുടച്ചാളി കേട്ടോ. ഇനി നമ്മൾ ഫേസ് പാക്ക് തയ്യാറാക്കുക. നമ്മൾ ക്ലെൻസ് ചെയ്യാൻ ഉപയോഗിച്ച ആ ഒരു പൊട്ടാറ്റോ ജ്യൂസ് മിൽക്ക് മിക്സ് തന്നെ നമ്മൾ 1 ടീസ്പൂണോളം ഗോതമ്പിൻ്റെ മാവാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഗോതമ്പിൻ്റെ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഗോതമ്പ് മാവിന് പകരം ആട്ടപ്പൊടി യൂസ് ചെയ്യാമോ എന്ന് ചോദിക്കാറുണ്ട്. നിങ്ങളടുത്ത് ഗോതമ്പിൻ്റെ പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആട്ടപ്പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ലെവലാകുന്ന രീതിക്ക് നമ്മൾ ആ ഒരു പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ 4 ടേബിൾ സ്പൂൺ പൊട്ടാറ്റോ ജ്യൂസും 1 ടീസ്പൂണോളം പാലും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ലെവലാകുന്ന രീതിക്ക് നമുക്ക് ഈ ഗോതമ്പിൻ്റെ മാവും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ക്ലെൻസ് ചെയ്തെടുത്ത നമ്മളെ ഫേസിലേക്ക് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ താടീൻ്റെ ഭാഗത്തുനിന്ന് മേലിലേക്ക് സർക്കുലർ മോഷനിൽ 2 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കണം. 2 മിനിറ്റ് മസാജ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളെ ഫേസിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും. ഡെയിലി നമ്മൾ ഇതേപോലെ മസാജ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചെറുപ്പം നിലനിർത്താനും നമ്മൾ സ്കിന്ന് തൂങ്ങിപ്പോവാണ്ടിരിക്കാനെല്ലാം സഹായിക്കും. അതേ സ്ഥാനത്ത് നമ്മൾ താഴോട്ടേക്ക് മസാജ് ചെയ്താൽ സ്കിന്ന് തൂങ്ങി പോവുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ മേലോട്ടേക്ക് സർക്കുലർ മോഷനിൽ വേണം മസാജ് ചെയ്ത് കൊടുക്കാൻ. ഇങ്ങനെ മസാജ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം അറ്റ്ലീസ്റ്റ് ഒരു 25 മിനിറ്റെങ്കിലും നിങ്ങളിത് ഫേസിൽ വെക്കണം. 25 മിനിറ്റിന് ശേഷം നിങ്ങൾക്കിത് കഴുകിക്കളയാം. അപ്പോൾ കഴുകിയെടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയൊരു മസാജ് കൊടുത്തിട്ട് കഴുകിയെടുക്കുക. ആ ഒരു സമയത്ത് തന്നെ മുഖത്തു നിന്നുള്ള ഒരു എന്താ പറയുക ഒരു അഴുക്കൽ ഒഴുകിപ്പോകുന്നത് പോലെ ഉണ്ടാവും. അത്രയും നല്ലൊരു നിറവും തിളക്കവും നമുക്ക് ആ ഒരു കഴുകിയെടുക്കുന്ന സമയത്ത് തന്നെ കിട്ടും. നിങ്ങളിത് ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിത് ബെസ്റ്റ് റിസൾട്ടാണ് കിട്ടുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഫസ്റ്റ് യൂസ് കിട്ടുന്ന ആ ഒരു റിസൾട്ട് ഒരു 24 ഹവേഴ്സ് മാത്രമേ നിൽക്കും കേട്ടോ. അത് പെർമനൻ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമോ ഇല്ലെങ്കിൽ ഡെയിലി വെച്ച് ചെയ്താലോ ഒന്നും കുഴപ്പമില്ല. ഒരു മാസം നിങ്ങളിത് കണ്ടിന്യൂസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തേക്ക് വരുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല. അത്രയും നല്ല അടിപൊളി റിസൾട്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ടും. എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ഇത് കണ്ടോ നല്ലോണം സ്കിന്ന് നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിൽ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്കും ഫസ്റ്റ് ഒന്ന് വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് കയ്യിൽ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് എത്രത്തോളം എഫക്റ്റീവ് ആവും നോക്കിയിട്ട് നിങ്ങൾക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ.
എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒരുപാട് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇത് നമുക്ക് കറുത്ത പാടുകൾ മാറാനെല്ലാം സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണിത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.